നമസ്കാരം. NTV ഫ്യൂച്ചർ ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷം സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനായിട്ട് വന്നിരിക്കുന്നത് ഗിന്നസ് ഡോക്ടർ ജയനാരായൺജി സാറാണ്. ജ്യോതിഷം സംബന്ധിച്ച് എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് സാറിനോട് ചോദിക്കുന്നതാണ്. സാറിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജ്യോതിഷം സംബന്ധിച്ച് സംശയങ്ങൾക്കുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ആദ്യമേ നിങ്ങളുടെ ജനന തീയതി ഇംഗ്ലീഷ് ഡേറ്റിൽ പറയുക. അതേപോലെ തന്നെ ജനിച്ച സമയം AM ആണോ PM ആണോ എന്ന് വ്യക്തമാക്കണം. ജനിച്ച സ്ഥലം, ഒപ്പം നക്ഷത്രം അറിയാമെങ്കിൽ അതുകൂടി പറയുക. അതേപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് സാറിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മറുപടി സാറ് തരുന്നതായിരിക്കും. സാർ, ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നാളെ നവരാത്രി ആരംഭമാണ്. അപ്പം നവരാത്രിയെ പറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് നവരാത്രിയുടെ പ്രാധാന്യം ഒന്ന് വിശദീകരിക്കാമോ? നവരാത്രി എന്ന് പറയുമ്പം തന്നെ 9 രാത്രികൾ. നവം എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9 രാത്രികൾ ദേവിയുടെ 3 രൂപങ്ങളിലായി 9 ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് നവരാത്രി. ആദ്യത്തെ 3 ദിവസം മഹാകാളിയായിട്ടും രണ്ടാമത്തെ 3 ദിവസം മഹാലക്ഷ്മിയായിട്ടും അവസാനത്തെ 3 ദിവസം മഹാസരസ്വതിയായിട്ടും അമ്മ പ്രപഞ്ചത്തിൽ ശക്തി ആർജിച്ച് നിൽക്കുന്ന സമയമാണ്. ഈ 9 ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി പറയുകയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് തന്നെ തികയാതെ വരും. പ്രപഞ്ചനാഥമാരായ 3 ദേവിമാരാണ് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. എല്ലാ ദോഷത്തെയും നമ്മളെ അമ്മയെപ്പോലെ മറ്റെല്ലാ ദോഷങ്ങളെയും പരിഹരിച്ച് നമുക്ക് സംരക്ഷണമേകുന്ന ആളാണ് മഹാകാളി. മഹാലക്ഷ്മി ആവട്ടെ നമുക്ക് സർവ സമ്പത്തും പ്രദാനം ചെയ്തു തരും. ധനസമ്പത്ത് മാത്രമല്ല, ആരോഗ്യ സമ്പത്ത്, മറ്റെല്ലാ ഐശ്വര്യ സമ്പത്തും നമുക്ക് പ്രദാനം ചെയ്യുന്ന ആളാണ് മഹാലക്ഷ്മി. മഹാസരസ്വതി ആവട്ടെ നമുക്ക് ബുദ്ധി, സദ്ബുദ്ധി, എല്ലാ അറിവുകളെയും പ്രദാനം ചെയ്തു തരുന്ന ആളാണ് മഹാസരസ്വതി. 3 അമ്മമാരുടെയും ആയിട്ട് ഉള്ള 9 ദിവസം ഒരു വർഷത്തിൽ നവരാത്രി വ്രതാനുഷ്ഠാനത്തോടു കൂടി ഈ 3 ദേവിമാരെയും ആരാധിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് 9 ദിവസം വ്രതത്തോടു കൂടി 3 അമ്മമാരെയും ആരാധിക്കുന്നവർക്ക് ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം ഉണ്ടാവും. ഒരു വർഷത്തേക്ക് അവർക്ക് എനർജി കിട്ടും. അത് ആരോഗ്യ സമ്പത്ത് കിട്ടും. അതുപോലെ എല്ലാ ശത്രു ദോഷങ്ങളെയും മഹാകാളി മാറ്റിത്തരും. സർവ്വ ഐശ്വര്യം, അതായത് സമ്പത്ത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ ധനസമ്പത്ത് കിട്ടും. മറ്റുള്ള ഐശ്വര്യ ഫലങ്ങളെ, എല്ലാ ഐശ്വര്യത്തെയും മഹാലക്ഷ്മിയും സർവ്വ വിദ്യയും സർവ്വ അറിവും, നമ്മൾ എന്തിനാണോ ബുദ്ധിശക്തിയും എല്ലാത്തിനും വാഗ്ദേവതയാണ് സരസ്വതി ദേവി. അങ്ങനെ 9-ാം ദിവസം കഴിഞ്ഞ് 10-ാമത്തെ ദിവസമാണ് നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത്, ദുർഗാഷ്ടമി, ദുർഗാപൂജ. അപ്പോൾ ഈ 9 ദിവസവും പ്രാർത്ഥനയോടുകൂടി പോകുന്നവർക്ക് സർവ ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ അതിന് ഉള്ള ദിവസം നാളെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് എപ്പിസോഡ് ചെയ്തതുകൊണ്ട് നല്ല ചോദ്യമാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 9 ദിവസം അവർ വ്രതത്തോടു കൂടി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, റിസൾട്ട് അപ്രതീക്ഷിതമായ റിസൾട്ട് കിട്ടും എന്നുള്ളതിന് സംശയം വേണ്ട. സർ, നമുക്കൊരു കോൾ ഉണ്ട്, കോൾ നോക്കാം. ഹലോ, നമസ്കാരം. ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? സർ, ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ? ജനന തീയതി പറയുമോ സർ? 13/2/1986. 13/2/1986.
ഹലോ, കേൾക്കുന്നില്ലേ സാർ? സമയം ഹലോ, ജനിച്ച സമയം 2:10 PM. 13/2/1986 2:10 PM അല്ലേ? ജന്മ നക്ഷത്രം അറിയോ? എന്താണ് അറിയേണ്ടത്? എന്താണ് സാറിന്? ഞാന് കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. 5 വർഷമായിട്ട് ദുബായിലാണ്. ശരി. ഇവിടെ ബിസിനസ്സിലൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊന്നും സമ്പാദ്യമൊന്നുമില്ല. ഓ ശരി, അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നോക്കാം. രേവതി നക്ഷത്രത്തിലാണ് ജനിച്ചത്. രേവതി നക്ഷത്ര ജാതകന് ഇപ്പോൾ 39 വയസ്സ് 7 മാസവുമായി. ഇപ്പോൾ 39 വയസ്സ് 7 മാസവുമായി. ജാതക പ്രകാരം ബുധദശയിലാണ് ജനിച്ചത്. ദശയെന്ന് പറഞ്ഞാൽ ഓരോ ദശയും ഓരോ വഴികളാണ്. അപ്പോൾ ബുധദശയിലാണ് യാത്ര തുടങ്ങിയത്. 9 വയസ്സ് 4 മാസം വരെ ബുധനും, 16 വയസ്സ് വരെ കേതുവും, 36 വയസ്സ് വരെ ശുക്രദശയും. ഇപ്പോൾ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 36 വയസ്സ് തൊട്ട് സൂര്യദശ ആരംഭിച്ചു. അപ്പോൾ കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് സൂര്യദശയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 36 വയസ്സ് തൊട്ട് 42 വയസ്സ് വരെ സൂര്യദശ. അപ്പോൾ സൂര്യദശ നമുക്ക് വളരെ ഗുണത്തെ കൊടുക്കുന്ന സൂര്യനല്ല. അപ്പോൾ സൂര്യൻ്റെ ദശാകാലം അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് കുറച്ച് കഷ്ടത നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അലച്ചിൽ. നമ്മൾ ഓട്ടത്തിനൊരു കുറവുമില്ല, നേട്ടമില്ല. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷത്തോളം കാലയളവായിട്ട് 7.5 ആണ്ട ശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പാവഗ്രഹങ്ങൾ നിൽക്കുകയാണ്. ഒന്ന് സൂര്യൻ, മറ്റൊന്ന് നമുക്ക് 7.5 ആണ്ട ശനി. ഈ രണ്ടും കൂടി വച്ചിട്ടാണ് ഈ അലച്ചിലുണ്ടാവുന്നതിന് കാരണം. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോഴോ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ഓരോ കാര്യങ്ങളും പതുക്കെ, എല്ലാത്തിനും ഒരു ലാഗിങ് ഉണ്ടാവും. മറ്റൊന്ന് സൂര്യൻ അലസതയും ടെൻഷനും അസ്വസ്ഥതയും വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് 42 വയസ്സ് തൊട്ട് 52 വയസ്സ് വരെ ചന്ദ്രദശയും, 52 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെ ചൊവ്വയും. ഈ 17 വർഷക്കാലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സേവിങ് ഉണ്ടാകുന്ന കാലഘട്ടം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടൊരു സമയം ദൈവം കൊടുക്കും. ചിലർക്ക് ചെറുപ്പത്തിൽ അത് തീർന്നു പോവും, ചിലപ്പോൾ വയസ്സ് കാലത്തായിരിക്കും വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം 42 വയസ്സ് തൊട്ട് 17 വർഷക്കാലം 59 വയസ്സ് വരെ സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടമാണ്. 59 വയസ്സ് തൊട്ട് രാഹുദശ ആരംഭിക്കും. അപ്പോൾ 59 വയസ്സിനുള്ളിൽ എത്തേണ്ട മാക്സിമം നിലയിൽ കൊണ്ടെത്തിക്കും. അതിനെ വച്ച് പിന്നെ ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 59 വയസ്സ് തൊട്ട് 77 വയസ്സ് വരെ രാഹുവും, വയസ്സ് കാലത്ത് വ്യാഴദശയും. അപ്പോൾ വ്യാഴദശയിൽ യാത്രയാവും. ജാതകപ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖമോ സമ്പത്തില്ലാത്ത അവസ്ഥയോ വരുത്തൂല. പക്ഷേ ജാതകപ്രകാരം നിങ്ങളെ ജാതകത്തിന് എഴുതി വച്ചിരിക്കുന്ന ഗുണത്തിൻ്റെ 50% മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം 2 നെഗറ്റീവ് ദോഷങ്ങൾ ജാതകത്തിലുണ്ട്. ഒന്ന്, കാളസർപ്പദോഷമുള്ള ജാതകമാണ്. കുടുംബത്തിൽ നിന്ന് സർപ്പശാപം വന്നുപെട്ടിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാണ് നാഗശാപം വന്നിരിക്കുന്നത്, അമ്മയുടെ കുടുംബത്തിൽ നിന്നല്ല. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് നാഗശാപം വന്നുപെട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വന്നിട്ടാണ് അത് മോനിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അച്ഛനെയും പലതരത്തിൽ പുരോഗതി വരാതെ പലതരത്തിൽ തളർത്തി ഇങ്ങനെ കൊണ്ടുപോകും. കാരണം എന്ത് ചെയ്താലും അത്ര കണ്ട് ശോഭിക്കാത്ത അവസ്ഥ വരും. അതിൽ നിന്ന് നമ്മളിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കുടുംബദോഷമായിട്ട് വന്നതാണ്. കുടുംബത്തിൽ നാഗരെ വെച്ച് ആരാധിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ വന്നവർ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ വന്നതിൻ്റെ പേരിൽ നാഗശാപം. അപ്പോൾ നമുക്കെല്ലാ പ്രശസ്തിയും ഉയർച്ചയൊക്കെ വരുമെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. മറ്റൊന്ന്, അഗ്നിമാരുതി യോഗം നമ്മളെ ജാതകത്തിലുണ്ട്. അപ്പോൾ ഈ 2 നെഗറ്റീവ് ദോഷം കിടക്കുകയാണ്. ഈ ദോഷം മാറ്റി കൊടുക്കുമ്പോൾ ഇത് 2 യോഗങ്ങളാണ്. അപ്പോൾ നെഗറ്റീവ് മാറ്റുമ്പോൾ പോസിറ്റീവ് ആവുന്ന 2 യോഗങ്ങളാണ് ഈ അഗ്നിമാരുതി യോഗവും കാളസർപ്പദോഷ യോഗവും.
കാളസർപ്പദോഷ യോഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തിയായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിക്ക് വരെ കാളസർപ്പദോഷം ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റുവിന് വരെ. അപ്പോൾ അത്ര ഉയർച്ചയിലേക്ക് പോകുന്ന യോഗങ്ങളിലൊന്നാണ്. പക്ഷേ ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെങ്ങനെ തളർത്തിയിട്ടിരിക്കും, നമ്മൾ ചെയ്യുന്നതൊന്നും അത്ര കണ്ട് സക്സസ് ആവാതെ വരും. അപ്പോൾ ഈ 2 ദോഷത്തെയും മാറ്റണം. കാളഹസ്തി ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം പോയി രാഹുകേതു പരിഹാര പൂജ ചെയ്യണം. അതേപോലെ അഗ്നിമാരുതി യോഗത്തെയും മാറ്റിയെടുക്കുന്നതോടുകൂടി അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടാവും. അതുപോലെ ഈ ഇപ്പോൾ ശനി നിൽക്കുന്നതിൻ്റെ പേരിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. അതേപോലെ നമുക്കിപ്പോൾ 7 ശനിക്കൊപ്പം തന്നെ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രീതിക്കായിട്ട് രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. ശിവക്ഷേത്രത്തിൽ ജലധാരയും കൂവളമാലയും അർച്ചനയൊക്കെ നടത്തണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഭഗവാന്റെ പ്രീതിയും വന്നു ചേരും. അപ്പോൾ ഈ ദോഷപരിഹാരം. അതുപോലെ നമ്മളെ ഭാഗ്യരത്നം പറഞ്ഞത് ബ്ലൂ സഫയർ ആണ്, ഇന്ദ്രനീലം കല്ല്. ഇന്ദ്രനീലത്തിന് 2 പ്രാധാന്യമുണ്ട്. ഒന്നിപ്പോൾ ശനിയുടെ ദോഷത്തെ കുറയ്ക്കാനും മറ്റൊന്ന് നമുക്ക് ജീവിതകാലം മുഴുവനും ധരിക്കേണ്ട കല്ലുമാണ് ഇന്ദ്രനീലം, അതായത് ബ്ലൂ സഫയർ. ഇത് ഒരു 3 കാരറ്റ് വരുന്ന ബ്ലൂ സഫയർ കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് മിഡിൽ ഫിംഗറിൽ കെട്ടിയും ചെയ്യുമ്പോൾ നമ്മളെ ഈ ദോഷഭാവം പെട്ടെന്ന് മാറിക്കിട്ടും. സാറിന് വ്യക്തമായിട്ട് മറുപടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായി. സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ദോഷങ്ങളുണ്ട് എന്ന് നമുക്ക് എന്താണെന്ന് പറഞ്ഞൂടാ. ദോഷമുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ഒരുപാട് നന്ദി. ശരി സാർ, നമസ്കാരം സാർ. വിളിച്ചതിന് നന്ദി സാർ. സാർ, ഇപ്പം ഒരു സംശയമാണ്. പല എപ്പിസോഡിലും പറയുന്നതാണ്, ഇപ്പോൾ കാളസർപ്പദോഷത്തെ പറ്റി പറയുന്നുണ്ട്. ഈ കാളസർപ്പദോഷം മാതാവിനോ പിതാവിനോ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് വരാനെ കൊണ്ട് സാധ്യതയുണ്ടോ? എപ്പോഴും ഈ ചില ദോഷങ്ങൾ പാരമ്പര്യമായിട്ട്, ഈ ശാപദോഷങ്ങളെല്ലാം പരമ്പരകളിലേക്ക് ബാധിക്കും. അത് എല്ലാ ശാപദോഷവും ബാധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ശാപദോഷം, നമുക്ക് അല്ലാതെ വരുന്ന ദോഷങ്ങൾ വേറെ, ശാപദോഷങ്ങൾ വേറെ. ശാപദോഷം പരമ്പരകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ എന്ത് ശാപദോഷമായാലും ശരി, പല തരത്തിലുള്ള ശാപദോഷങ്ങളുണ്ട്. ഗുരുശാപം വരും, മാതൃശാപം വരും, പിതൃശാപം വരും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. എല്ലാത്തിൽ നിന്നും ശാപങ്ങളുണ്ടാവും. പക്ഷേ നാഗശാപം 7 തലമുറ നിൽക്കുമെന്നാണ്. സാർ, അടുത്ത ഒരു കോൾ ഉണ്ട്, നമുക്ക് കോൾ നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സമൃദ്ധി എന്നാണ്. എവിടുന്നാണ് മാഡം വിളിക്കുന്നത്? ഞാനിപ്പോ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ മാഡം? എന്റെ മോളുടെ ആണ് നോക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് 07 06 06 20 22 07 06 2022. അതെ അതെ. ഓക്കെ മാഡം. ബർത്ത് ടൈം പറയുമോ? എന്താണ് കേൾക്കുന്നില്ല? ബർത്ത് ടൈം, ജനന സമയം, പൂരം നക്ഷത്രമാണ്. ജനിച്ച സമയം മാഡം? സമയം 11:49. 11:49. 11:49 AM ആണോ PM ആണോ? AM ആണ്. മോർണിംഗിലാണ്. അതെ. നക്ഷത്രം പൂരമാണല്ലേ? അതെ. എന്താണ് കുഞ്ഞിനെ പറ്റി അറിയേണ്ടത്? കുഞ്ഞിന്റെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണെന്ന് അറിയാം. ശരി മാഡം, വീഴ്ച ഒരുപാട് വരുന്നതുകൊണ്ടാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം. അപ്പോൾ നോക്കാം. മോളുടെ നമസ്കാരം. മോളുടെ ജാതകപ്രകാരം മോക്കിപ്പോൾ 3 വയസ്സ് 3 മാസമായി. 3 വയസ്സ് 3.25 വയസ്സായി മോക്കിപ്പോൾ. അവളുടെ ജാതകപ്രകാരം ശുക്രദശയാണ് മോളുടെ ജനനം. മോൾ ജനിച്ചത് ശുക്രദശയിലാണ്. ശരിക്ക് 12 വയസ്സ് 6 മാസം വരെ ശുക്രദശയുണ്ട്. അപ്പോൾ ഈ ശുക്രദശ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ബാലശുക്രൻ മാതാപിതാക്കൾക്ക് ഐശ്വര്യത്തെ കൊടുക്കും. അപ്പോൾ മാതാപിതാക്കൾക്കാണ് മോളെ ശുക്രനെ കൊണ്ടുള്ള ഗുണം. അവൾക്ക് ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സൗഖ്യത്തെ അവൾ അനുഭവിക്കാൻ ഇടവരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 12 വയസ്സിനകത്ത് 12.5 വയസ്സിനകത്ത് ശുക്രദശയുണ്ട് എന്ന് വെച്ചാൽ ശുക്രദശയിൽ എന്തൊക്കെ വരും? നൂതന ഗ്രഹം വരും. അവൾ ജനിച്ചതിന് ശേഷം നിങ്ങൾ പുതിയ വീട് വയ്ക്കും, പുതിയ വാഹനം വാങ്ങും. അപ്പോൾ അതേപോലെ മറ്റ് സാമ്പത്തിക സൗകര്യങ്ങൾ വീട്ടിനകത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗം അവളും കൂടി അനുഭവിക്കും. അവൾ പുതിയ വീട് നിങ്ങൾ വയ്ക്കുമ്പോൾ അവൾ ആ വീട്ടിൽ വസിക്കും. എൻ്റെ വീടെന്ന് പറഞ്ഞ് വസിക്കണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ മാത്രമേ എൻ്റെത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ കാറ്,
എന്ന് ഒരാളിന് പറയണമെങ്കിൽ അത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ആയിരിക്കണം. അപ്പോൾ അവൾക്ക് ഇതെല്ലാം 12 വയസ്സ്, ഇപ്പോൾ 3 വയസ്സായതേ ഉള്ളൂ. ഇനിയും 9 വയസ്സ് 3 മാസം കൂടി ശുക്രദശയുണ്ട്. അപ്പോൾ ശുക്രൻ്റെ ശരിക്ക് ഫലസിദ്ധി വരാൻ പോണതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പീരീഡിൽ ശുക്രദശയിൽ ആണ് ജനിച്ചതെങ്കിലും രാഹുവിൻ്റെ അപകാരകാലം നടക്കുകയായിരുന്നു. വളരെ ചീത്ത സമയമായിരുന്നു മോക്ക്. ആ രാഹുവിൻ്റെ അപകാരകാലം ശരിക്കും ഇപ്പം കഴിഞ്ഞ് വരെയാണ്. എൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ദോഷം മാറിയിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് വ്യാഴ അപകാരകാലത്തിലേക്ക് വരികയാണ്. 2 മാസക്കാലമായിട്ട് കുറച്ചുകൂടി അവർക്ക് നല്ലത് വരിക. വ്യാഴൻ്റെ അപകാരകാലം ശുക്രദശയിൽ. ശുക്രൻ എന്ന് പറഞ്ഞാൽ അസുരഗുരുവും വ്യാഴം ദേവഗുരുവും. അസുരഗുരുവിൻ്റെ ദശയിൽ ദേവഗുരുവിൻ്റെ അപകാരകാലം വന്നിരിക്കുകയാണ്. 2027 ഒക്ടോബർ വരെ ഈ സമയമുണ്ട്. 27 ഒക്ടോബർ. ഇതിനകത്ത് കുറേ നേട്ടം നിങ്ങൾക്കുണ്ടാവും, അതായത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. കാരണം കുറേ സാമ്പത്തിക പുരോഗതിയും കുറച്ച് കൂടെ കാര്യങ്ങൾ തടസ്സമൊക്കെ മാറി അച്ഛനും അമ്മയ്ക്ക് സമയം മോശമാണെങ്കിൽ പോലും കുഞ്ഞിൻ്റെ സമയം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കുറേ കൂടി പിടിച്ചു പോകും. അപ്പോൾ 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ സൂര്യൻ ലഗ്നാധിപനാണ്. ലഗ്നാധിപനായതുകൊണ്ട് അവളെ പഠിത്തം അതുപോലെ പ്രധാന വിദ്യാഭ്യാസ സമയമാണ് സൂര്യൻ്റെ കാലഘട്ടം. അപ്പോൾ സൂര്യനിൽ വളരെ പ്രകാശിക്കുമെന്നാണ്. വളരെ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അവൾ നല്ല ഷൈൻ ചെയ്യുമെന്നാണ്. കാരണം 18 വയസ്സ് വരെ സൂര്യനും 28 വയസ്സ് വരെ ചന്ദ്രനും. ചന്ദ്രദശയിൽ മോക്ക് അടിസ്ഥാനപരമായിട്ടെല്ലാം തരും. വിദ്യാഭ്യാസ പൂർത്തീകരണം, ജോലി, വിവാഹം, ഈ 3 കാര്യങ്ങളും 28 വയസ്സിനുള്ളിൽ നടക്കും. 28 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ ചൊവ്വയും, 35 വയസ്സ് തൊട്ട് 53 വയസ്സ് വരെ രാഹുവും, 53 വയസ്സ് തൊട്ട് 69 വയസ്സ് വരെ വ്യാഴദശയും ശനിദശയിൽ യാത്രയാവും. കാരണം വളരെ ദീർഘായുസ് തന്നിട്ടുണ്ട്. മോളെ ജാതകത്തിൽ രുചക മഹായോഗം എന്ന് പറഞ്ഞൊരു മഹായോഗം ഉള്ളവളാണ്. രുചക മഹായോഗം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിക്കലായിട്ട് 140ഓളം യോഗങ്ങളുണ്ട്. അതിൽ മഹായോഗങ്ങൾ 5 ഉള്ളൂ. പഞ്ചപുരുഷ മഹായോഗം. ഇതിലൊരു മഹായോഗം കിടക്കുകയാണ് മോക്ക്. രുചക മഹായോഗം ഉള്ളവർ മറ്റുള്ളവർ ഭയക്കുമെന്നാണ്. ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര അധികാര സ്ഥാനത്തിരിക്കുമെന്നാണ്. സാധാരണ രുചക മഹായോഗം ഉള്ളവരാണ് ഈ സിവിൽ സർവീസിലൊക്കെ ശോഭിക്കുന്നത്. അത്ര ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു യോഗമാണ് രുചക മഹായോഗം. അത് മോക്കുണ്ട്. അപ്പോൾ അവളെ പഠിപ്പിച്ച് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കണം. കാരണം അവൾ വിദ്യയിലൂടെ വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരും. പഠിക്കുന്നതിനനുസരിച്ച് ജോലിയെ തരും. അതും അധികാര സ്ഥാനത്തിരിക്കും, ഉയർന്ന ഉദ്യോഗം വഹിക്കും. രുചക മഹായോഗം കിടക്കുന്നതിൻ്റെ പേരിൽ വളരെ അമ്മൂമ്മയായിട്ട് മരിക്കുള്ളൂ. 85 വയസ്സോളം ആയുസുണ്ട്. അങ്ങനെ സർവ സൗഭാഗ്യവതിയായി വസിക്കുന്ന യോഗം. അപ്പോൾ നല്ല പുത്രിക്ക് ജന്മം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പീരീഡിൽ സമയം കുറച്ച് മോശമായിരുന്നെങ്കിൽ ഇപ്പം നല്ല സമയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശുക്രനെ പ്രീതിപ്പെടുത്തണം. ശുക്രൻ്റെ ദേവത ശരിക്കും ദുർഗയാണ്, പാർവതീ ദേവിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ മോളെ കൊണ്ടുപോവുകയും ദേവിക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക. മോക്കൊരു ദുർഗായന്ത്രം, സരസ്വതി യന്ത്രവുമായി ചേർത്ത് പിള്ളയ്ക്കൊരു ദേഹരക്ഷ കെട്ടിയിട്ട് കൊടുക്കുക. വീഴ്ച, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖാവസ്ഥകൾ, നല്ല മിടുക്കിയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അലസതയൊക്കെ വരാനിടയുള്ളത് കൊണ്ട് ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഒരു ദേഹരക്ഷയും കൂടി കെട്ടിയിട്ട് കൊടുക്കുക. ഓക്കെ. ശരി മാഡം, വിളിച്ചതിൽ നന്ദി മാഡം. ശരി, അതുപോലെ തന്നെ ഇപ്പോൾ സാർ സ്റ്റോണിനെ പറ്റി പറയുന്നു. ശരിക്കും ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും, അതായത് ജന്മനക്ഷത്ര കല്ലുകളും ഭാഗ്യരത്ന കല്ലുകളും അതേപോലെ ദശാകല്ലുകളെ പറ്റി സാർ പറയുന്നുണ്ട്. ഈ കല്ലിടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കല്ലിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കല്ല്, നമ്മൾ കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ധരിക്കാവുന്ന 2 കല്ലുകൾ എല്ലാ പേർക്കും ഉണ്ട്. അതാണ് നമ്മളുടെ ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും. ഇത് എല്ലാവർക്കും 2 കല്ലുകൾ പെർമനൻ്റ് കല്ലുകളായിട്ടുണ്ട്, ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും. ഈ 2 കല്ലുകൾ കറക്റ്റ് ധരിക്കണമെങ്കിൽ അത്
വളരെ ജാതക ചിന്തനം ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വച്ചിട്ടാണ് ഈ 2 കല്ലുകൾ ധരിക്കേണ്ടത്. എന്തുകൊണ്ട് രാശി ഇങ്ങനെ വച്ച് 2 കല്ലുകൾ നോക്കി മനസ്സിലാക്കി ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കല്ലിൻ്റെ വലിപ്പം, നമ്മൾ കല്ലിൻ്റെ വലിപ്പം നിശ്ചയിക്കണം. പലരും അതിലൊരുപാട് അജ്ഞതയിട്ട് ചിലർ കല്ലിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത് ആളിൻ്റെ വലിപ്പം അനുസരിച്ച് കല്ലിൻ്റെ വലിപ്പം നിശ്ചയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ഒരർത്ഥവുമില്ല. നമുക്ക് ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചിട്ടാണ് കല്ല്, ഗ്രഹങ്ങളെ സ്വാധീനിക്കാൻ, ഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കല്ല് ധരിക്കുന്നത്. ബർത്ത് സ്റ്റോണിൻ്റെ പ്രത്യേകത നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കാൻ വേണ്ടി. ചിലർ രാവിലെ, ചില മുതിർന്നവരായാലും ചില കുട്ടികളായാലും, നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചില ഗ്രഹദോഷങ്ങൾ വരുമ്പോൾ അവർ രാവിലെ എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിട്ടിരിക്കേണ്ട സമയം. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ ഹലോ, നമസ്കാരം മാഡം. അതെ, ഞാന് അറിയാനായിരുന്നു കാര്യങ്ങള്. മാഡം എവിടുന്നാണ് വിളിക്കുന്നത്? ഖത്തറിന്ന്, അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. മാഡം ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ? 14/12/1982. 14/12/1982. 14/12/1982. ബർത്ത് ടൈം പറയുമോ മാഡം? ബർത്ത് ടൈം എത്രയാ? ഞാൻ ജനിച്ച സമയം 8:10 PM ആണ്. 8:10 PM. നക്ഷത്രം എന്താണ് മാഡം? തൃക്കേട്ട. എന്തറിയാനെ കൊണ്ടാണ് മാഡം വിളിച്ചിരിക്കുന്നത്? എനിക്ക് എന്തായാലും ഭാവി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട്. എനിക്ക് ലൈഫ് ഒത്തിരി ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളായിട്ട്, ഹസ്ബൻഡായിട്ടും ഒക്കെ പ്രശ്നങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ഇഷ്യൂസ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് അറിയാനായിരുന്നു. നമുക്ക് സാറിനോട് ചോദിക്കാം മാഡം. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിലാണ്, നമസ്കാരം, തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചത്. തൃക്കേട്ട നക്ഷത്ര ജാതകിക്ക് ഇപ്പോൾ 42 വയസ്സ് 9 മാസമായി. ഇപ്പോൾ 42 വയസ്സ് 9 മാസമായി. ജാതക പ്രകാരം 12 വയസ്സ് 6 മാസം വരെ ബുധദശയിലാണ് ജനിച്ചത്. അത് കഴിഞ്ഞ് 19 വയസ്സ് വരെ കേതുവും 39 വയസ്സ് വരെ ജാതകപ്രകാരം ശുക്രദശയും, ഇപ്പോൾ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 45 വയസ്സ് വരെ സൂര്യദശ, 45 വയസ്സ് 6 മാസം. ഇപ്പോൾ സൂര്യദശയിൽ ശനിയുടെ അപകാരകാലം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൂര്യദശയിൽ ശനിയുടെ അപകാരകാലം ഒട്ടും കൊള്ളത്തില്ല. ഇത് 2026 ഏപ്രിൽ മാസം വരെ ഉണ്ട്. അപ്പോൾ 2026 ഏപ്രിൽ മാസം വരെ, അത് 7 മാസക്കാലവും കൂടി ശനിയുടെ അപകാരകാലമുണ്ട്. ശനിയുടെ അപകാരകാലം ഒട്ടും കൊള്ളത്തില്ല. ശനി ഒന്ന് സൂര്യൻ്റെ കൂടെ ശനിയും കൂടി നിൽക്കുകയാണ്. നമ്മളായിട്ട് കൂടുതൽ കഷ്ടപ്പെടുത്തും, ഒരു സമാധാനം തരത്തില്ല. സൂര്യൻ എന്ന് പറഞ്ഞാലേ ടെൻഷൻ, ഉറക്കമില്ലാതെ ആക്കുന്നവനാണ് സൂര്യൻ. അതിൻ്റെ കൂടെ ശനിയുടെ അപകാരകാലവും കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം തടസ്സം, ഒരു കാര്യങ്ങളും ഭംഗിയായി നടക്കത്തില്ല. അത്രയ്ക്ക് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ സമയത്തിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജാതക പ്രകാരം നോക്കുമ്പോൾ 1-2 ഈ സമയദോഷം, സൂര്യൻ്റെ അപകാരകാലമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ സൂര്യൻ്റെ അപകാരകാലത്തിനൊരു പ്രത്യേകതയുള്ളത്, നമ്മളുടെ ജാതകത്തിൽ നിങ്ങൾ ജനിച്ചത് തന്നെ അമാവാസിക്കാണ്. അതായത് കർത്തവാവിനാണ് ജനിച്ചത്. കർത്തവാവിന് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 15 ദിവസം വെട്ടമെങ്കിൽ 15 ദിവസം ഇരുട്ട്. അപ്പോൾ നമുക്കൊരു 2 ദിവസം നല്ല സമാധാനം കിട്ടുമെങ്കിൽ 5 ദിവസം സമാധാനക്കേട് വരും, സ്വസ്ഥതയില്ലാതെ ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളാരും മനസ്സിലാക്കാതെ വരും. അതിന് കാരണം ഈ കർത്തവാവിൻ്റെ ഇരുട്ടുണ്ട്. അതിനൊപ്പം തന്നെ മേഡത്തിന് അർത്ഥകാളസർപ്പദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതിന് പരിഹാരം ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അർത്ഥകാളസർപ്പദോഷം ഇത് കുടുംബത്തിൽ നിന്ന് വന്ന ദോഷഭാവമാണ്. കുടുംബത്തിൽ നിന്ന് സർപ്പശാപം വരികയും ഈ സർപ്പശാപം അപ്പോൾ എന്ത് ചെയ്യും? കുടുംബക്കാർക്കും മോളെ കൊണ്ട് മനോവിഷമം വരും. നമുക്ക് വിഷമം ഉണ്ടാവണ മാത്രമല്ല, മാതാപിതാക്കൾക്കും നമ്മളെ കൊണ്ട് സന്തോഷമില്ല.
അവരും അവരും വേദനിക്കുകയാണ്. കാരണം എന്താണ്? അവരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ കാളസർപ്പദോഷം സന്താനഭാവത്തെ കൊണ്ടും കൂടി മനോവിഷവും വരുമെന്നാണ്. അപ്പോൾ ജാതകത്തിലാവിട്ട് ഗജകേസരി യോഗമുള്ള ജാതകമാണ്. നമ്മുടെ ജാതകത്തിൽ എന്ത് യോഗമുണ്ട്? ഗജകേസരി യോഗമുള്ളവളാണ്. ഗജം എന്ന് പറഞ്ഞാൽ ആന, കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പോൾ ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ആനയാവുമെന്നാണ്. കുടുംബത്തിലെ ആനയാവുമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എത്ര അംഗങ്ങളോ ഉണ്ടാവിട്ട് നിങ്ങൾ എത്തിച്ചേരുന്ന നിലയിൽ ആരും വരില്ലെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നവളായിത്തീരും. ആനയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് ആന. അപ്പോൾ കുടുംബത്തിലതാവും. അതുപോലെ സിംഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഭയക്കും, അപ്പോൾ ബഹുമാനിക്കും. അപ്പോൾ ഈ യോഗത്തുള്ളവരാണ്. പക്ഷേ ഈ നെഗറ്റീവ് യോഗം കിടക്കുന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? നമുക്കിതൊന്നും കിട്ടൂല. നമുക്ക് 2 പടി നിങ്ങൾ കയറും, 3 പടി താഴെ പോവും. നമ്മൾ എത്ര കണ്ട് അധ്വാനിച്ചാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് റിസൾട്ട് ഇല്ല. നമ്മളാരും മനസ്സിലാക്കൂല. പാമ്പിനെ എല്ലാവരും ഒറ്റപ്പെടുത്തും. പാമ്പിനെ ഒറ്റപ്പെടുത്തും. കാരണം എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യും, അവസാനം കറിവേപ്പിലയാവും. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിതിനെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അതിന് പരിഹാരമുണ്ട്. ഈ പരിഹാരം ചെയ്യാൻ വൈകിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. 42 വയസ്സായി. ഇതൊക്കെ നമ്മൾ കൊച്ചിലേ നോക്കി അങ്ങ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളിന്ന് ഈ യോഗഫലം അത്രയും അനുഭവിക്കാതെ വരുമായിരുന്നു. മറ്റതെല്ലാം വരും, നമ്മൾ മുമ്പ് കൂടി എല്ലാം കടന്നു പോവും, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂല. മനസ്സിലായി? എല്ലാം കൈ കിട്ടും, വായി കിട്ടൂല. അപ്പോൾ നമ്മളെക്കാൾ കഴിവില്ലാത്തവർ കയറിപ്പോവും, നമ്മൾ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഈ 2 ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്തിനൊക്കെ? ഒന്ന്, കാളസർപ്പ ദോഷത്തിന് ശ്രീ കാളഹസ്തി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ശ്രീ കാളഹസ്തി എന്ന് പറഞ്ഞൊരു മഹാശിവക്ഷേത്രമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ വായിലുങ്ങ ഇരിക്കുന്ന സ്ഥലമാണ് ശ്രീ കാളഹസ്തി. അത് ആന്ധ്രയിലാണ്. തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് 48 കിലോമീറ്റർ മാറി ശ്രീ കാളഹസ്തി എന്ന് പറഞ്ഞിട്ടൊരു മഹാശിവക്ഷേത്രമുണ്ട്. അവിടെ പോയി രാഹു കേതു പരിഹാര പൂജ ചെയ്ത് കാളസർപ്പദോഷത്തെ മാറ്റണം. അപ്പോൾ അവിടെ നിങ്ങൾ തന്നെ പോകണം. ഒരുപാട് പൈസ ചിലവുള്ള പൂജയൊന്നും അല്ല, ചെറിയ പൂജയാണ്. 750 രൂപയുടെ പൂജയെ ചെയ്യാവൂ. അവിടെ വലിയ പൂജകളുണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ പൂജയായ, പക്ഷെ നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അത് പൂജാരി ചെയ്യൂല. ആ പൂജ ചെയ്യുന്ന ആരാണ്? നമ്മളാണ്. നമ്മളെ ദോഷത്തെ നമ്മൾ മാറ്റണം. ആ ദോഷം മാറ്റിയെടുക്കുന്നതോടുകൂടി ഈ സർപ്പശാപത്തെ 2 നാഗരൂപത്തിലേക്ക് ഈ ദോഷത്തെ ആവാഹിച്ച് ഭഗവാന്റെ മുമ്പിൽ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിച്ച് തിരിച്ചു വരണം. മറ്റൊരു ക്ഷേത്രത്തിൽ പോകരുത്. പൂജയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ക്ഷേത്ര പരിസരം കഴിഞ്ഞ് കൊണ്ടുവരരുത്. അപ്പോൾ ഇങ്ങനെ വിധി പ്രകാരം ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ പരിഹാരത്തിലൂടെ തന്നെ വലിയ റിസൾട്ട് വരും. പിന്നെ ഉള്ളത് എന്താ? അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷഭാവം അടുത്തൊന്ന് കിടക്കുന്ന ദോഷം എന്താണ്? കറുത്ത വാവിന് ജനിച്ചത്. അപ്പോൾ നമ്മളിലേക്ക് കുറേ ഇരുട്ടെന്ന് പറഞ്ഞാൽ സന്തോഷമില്ലായ്മ. നമ്മൾ സന്തോഷിക്കുക. നിങ്ങളൊന്ന് ചിരിച്ചാൽ തൊട്ട് ബാക്കിൽ നിന്ന് കരയേണ്ടി വരും. അപ്പോൾ ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് മാറ്റുന്നവരെ വലുതായിട്ട് ചിരിക്കണ്ട. കാരണം എന്തിന് കരയാൻ വേണ്ടി എന്നിട്ട് ചിരിക്കാൻ പോണേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദോഷത്തെ മാറ്റാൻ വേണ്ടി പൗർണമി ദിവസം വെളുത്ത വാവ്, എല്ലാ മാസവും വെളുത്ത വാവ്, അമാവാസിക്കുള്ള ദോഷത്തെ പൗർണമി കൊണ്ട് പരിഹരിക്കണം. വെളുത്ത വാവ് ദിവസം വ്രതത്തോടു കൂടി ഇരിക്കണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ, ഏതെങ്കിലും നാട്ടിലെ ദേവീക്ഷേത്രത്തിൽ വെളുത്ത വാവിന് അർച്ചനയ്ക്ക് കൊടുക്കുകയും നമ്മൾ വെളുത്ത വാവിന് പൗർണമി വ്രതം നോക്കുകയും ചെയ്ത് പോകുമ്പോൾ ഒരു 8 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഇരുട്ട് മാറും. മാഡം, ആഹാരം ഒരു നേരം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ പല സ്ഥലത്ത് വസിക്കുകയും ഇപ്പോഴത്തെ ആളുകൾക്കെല്ലാം അസുഖാവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പം പലപ്പോഴും ഗ്യാസിൻ്റെ അസുഖം മറ്റു പലതും ഒക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ തലേ ദിവസമേ മത്സ്യമാംസം കഴിക്കാതിരിക്കുക. അപ്പോൾ ഇന്നാണ് പൗർണമിയെങ്കിൽ ഇന്നലെ തൊട്ട് മത്സ്യമാംസം കഴിക്കാതിരിക്കുക. കാരണം ഇത് ഇന്നലെ കഴിക്കാതിരുന്നാലേ ഇന്ന് നമ്മൾ ശുദ്ധമാവുള്ളൂ. അപ്പോൾ അങ്ങനെ വ്രതം നോക്കി നമുക്ക് ശുദ്ധവൃത്തിയായിട്ടിരിക്കുകയും അമ്പലത്തിൽ പോവുകയും അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറും. അപ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് പുറന്തള്ളും. ഇതിനൊപ്പം തന്നെ ഇവിടെ ജാതകത്തിൽ ശുക്രൻ്റെ കൂടെ കേതു നിൽക്കുകയാണ്. ശുക്രൻ്റെ കൂടെ കേതു വന്നാൽ എന്ത് ചെയ്യും? ഭർത്താവിനെ കൊണ്ടോ ഭർത്താവിൻ്റെ ഭാഗം ആ ആൾക്കാരെ കൊണ്ടോ കുറേ മനോവിഷമം വരുമെന്ന് ജാതകത്തിലേ ഉണ്ട്. നമ്മൾ തലയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് ഭർത്താവ് ഒരുമിച്ച് നിന്നാൽ പോലും
നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത് വെച്ചോളുക. ഒരുമിച്ച് വീട്ടിൽ നിന്നാൽ പോലും അകന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അകന്ന് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ അകന്ന് നിൽക്കുന്നെങ്കിലും പറയാം. ഈ ദോഷമൊക്കെ മാറി വരുമ്പോൾ അദ്ദേഹത്തിന് നമ്മളിലുള്ള ആ വെറുപ്പ് ഒരു അകൽച്ച അങ്ങ് മാറും. അതിനൊപ്പം തന്നെ മാഡം എന്ത് ചെയ്യണം, മറ്റു കുറച്ച് പരിഹാരങ്ങൾ ചെയ്യണം. ഉമാമഹേശ്വര യന്ത്രം. ഉമാമഹേശ്വരൻ ആരാണ്? ശിവനും പാർവതിയും, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി ശിവശക്തി ചക്രം, ഭർത്താവിൻ്റെ 4 പേരും കൂടി വച്ച്, നിങ്ങളെ 4 പേരും കൂടി വച്ച് ശിവശക്തി ചക്രം കെട്ടണം. പക്ഷിരാജ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. മേഡത്തിൻ്റെ ലക്കി ഭാഗ്യരത്നം പറഞ്ഞതും ഇന്ദ്രനീലം കല്ലാണ്. അപ്പോൾ ഒരു ബ്ലൂ സഫയർ കെട്ടി മിഡിൽ ഫിംഗറിൽ ധരിക്കണം. നടുവിരലിൽ, വലത് കയ്യിൽ നടുവിരലിൽ ഒരു 3 കാരറ്റ് പറഞ്ഞ കല്ല് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് ഗോമൂത്രം, പാല്, കരിക്കം വെള്ളം, പനിനീര്, പഞ്ചഗവ്യം 5 ശുദ്ധി ചെയ്ത് നമ്മളെ 4 പേരും വെച്ച് പൂജിച്ച് നടുവിരലിൽ ഇടുകയും ചെയ്യുക. നമ്മളെ ഈ ദോഷഭാവം മാറിക്കിട്ടും. ഓക്കെ മാഡം. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാല് ഞാൻ ദുബായിലോട്ട് മാറാൻ നിൽക്കുന്നുണ്ട് ജോലിക്ക്. അത് ശരിയാവായിരിക്കും? തീർച്ചയായിട്ടും. നിങ്ങൾ അല്ലാതെ ഈ ദോഷം ഇല്ലാതെ തന്നെ മാറിയാൽ പോലും നമുക്ക് ശോഭിക്കാൻ പറ്റൂല. നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറുന്നതിലല്ല കാര്യം, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതെ, ഒന്നും ചെയ്യുന്നില്ല. മോളുണ്ട്, അച്ഛനമ്മണ്ട്, അവരെയൊക്കെ നോക്കണം. അതെ, ദുരിതങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്ന, അസുഖങ്ങള് അതേ വരുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ ആനയാവണമെന്ന്. അപ്പോൾ കുടുംബം നോക്കേണ്ട ജോലി നിങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്കും കൂടി നമ്മളെ കൊണ്ട് മനോവിഷമമാണ്. നമുക്ക് സന്തോഷം കൊടുക്കണേന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവർക്കും ദുഃഖമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റണമെന്നുള്ളത്, മാറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്ന കുഞ്ഞിങ്ങനെ വരെ ബാധിക്കും. ചെയ്യാം. ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. സാർ, നമ്മൾ സ്റ്റോണിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ജന്മനക്ഷത്രക്കല്ലും ഭാഗ്യരത്നത്തെ പറ്റിയും. അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നില്ല, ബാക്കി കൂടി വിശദീകരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ബർത്ത് സ്റ്റോണ് എന്ന് പറയുന്നത് ഒരാൾ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനും തയ്യാറായി ഉറക്കമണിയിട്ട് ആക്റ്റീവായി നിൽക്കുന്ന സമയത്തെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയണേ. പലരും രാവിലെ ഉറക്കമൊഴിച്ച് ഗുഡ് ഈവനിങ് ആയിട്ടിരിക്കും. കാരണം ഇന്നിനി പോകണോ, സ്കൂളിൽ പോകണോ, ഇന്നിനി ജോലിക്ക് പോകണോ, ജോലിക്ക് പോവാതിരിക്കാൻ എന്ത് വഴി, ഇങ്ങനെ ലേസി ആയിട്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ്? അവർക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുമെങ്കിലും അവരിയ്ക്കുന്ന ഗുഡ് ഈവനിങ് ആയിട്ടാണ്. ഇവരെ ഗുഡ് മോർണിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബർത്ത് സ്റ്റോൺ ധരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഈ കല്ലിൻ്റെ റേഡിയേഷൻ ചെയ്യണത് നമ്മളെ എനർജറ്റിക് ആക്കി എപ്പോഴും. ഇപ്പോൾ വൈകുന്നേരവും ഗുഡ് മോർണിംഗ് ആയിട്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളെ പകല് ഗുഡ് മോർണിംഗ് ആയിട്ടിരിക്കണം. രാത്രി സമയമുണ്ടല്ലോ, അപ്പോൾ രാത്രി ഉറങ്ങുകയും ലേസി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ രാവിലെ തൊട്ട് നമ്മൾ ആക്റ്റീവായിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബർത്ത് സ്റ്റോൺ. ലക്കി സ്റ്റോൺ അതല്ല. ഇതൊന്നുമല്ല ലക്കി സ്റ്റോൺ. പലരും വളരെ കടന്ന് കഷ്ടപ്പെടും, പല കാര്യങ്ങൾ ചെയ്യും. ഒരേ സമയത്ത് തന്നെ അവർ ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ റിസൾട്ടില്ല. 100 കയ്യിൽ വരുമ്പോൾ 150 ചിലവ്. എത്ര പൈസ വന്നാലും നിൽക്കത്തില്ല. നമ്മൾ അതേ ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ സമ്പാദിച്ച് കൂട്ടുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ നോക്കുമ്പോൾ വരവ് കായും ചിലവ് കായും തുല്യം ആക്കി ഇല്ല എന്ന് പറയും പോലെ ഒരു പൈസ ഇല്ലാത്ത അവസ്ഥ. പലരും അങ്ങനെ പോകും. അപ്പോൾ അതേ ശമ്പളം വാങ്ങിച്ച് അതേ റാങ്കിൽ ജോലി ചെയ്യുന്നവർ ശരിക്കും സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ നാനാവിധമായി പൈസ ചിലവാക്കുകയൊന്നും ചെയ്യണമല്ല. എങ്ങനെയെങ്കിലും പൈസ പോയി കിട്ടും. കയ്യിൽ പൈസ വരാൻ നോക്കിയിരിക്കും പോലെയാണ്. 100 വരുമ്പോൾ 150ൻ്റെ ചിലവ് വന്ന് പോകും. അപ്പോൾ നമ്മൾ പോണ കാര്യം വിജയിക്കണം, നമുക്ക് പൈസ വരണം, സാമ്പത്തിക നേട്ടം ഉണ്ടാവണം, നമുക്ക് നാൾക്ക് നാൾ മേന്മ അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി വരണം. അതിനു വേണ്ടി ധരിക്കുന്നതാണ് ലക്കി സ്റ്റോൺ. ഇപ്പോൾ 2 കല്ലുകളെ ഞാൻ ലഘുവായി പറഞ്ഞു തന്നുവെന്ന് മാത്രം. സാറേ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് നമുക്ക് പലരുടെയും സംശയങ്ങളാണ്. പല എപ്പിസോഡിൽ സാർ പറയുന്നുണ്ട്, ഹസ്തരേഖയും ജാതകത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ രോഗനിർണയം ഹസ്തരേഖയിലൂടെ എത്രത്തോളം സാധ്യമാണ്? കാരണം ഇപ്പോഴത്തെ എല്ലാവർക്കും, ഏറെക്കുറെ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത ആൾക്കാർ ഇന്നില്ല. ഫുഡിൻ്റെ ആയാലും അല്ലെങ്കിൽ ജീവിതശൈലി ഇതായാലും എങ്ങനെയായാലും.
പക്ഷേ അത് സാറിൻ്റെ ഇതിപ്പോൾ ഹസ്തരേഖാ പ്രവചനത്തിലൂടെ കൂടുതലായിട്ട് പറയുന്നത് രോഗങ്ങളെ ഫ്യൂച്ചർ അതേപോലെ തന്നെ ഉള്ള പല കാര്യങ്ങളും. അതിൽ ഹസ്തരേഖയിലൂടെ എത്രത്തോളം നമുക്ക് രോഗനിർണയം നടത്താം എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്കൊരു കോളുണ്ട്. കോളിനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി പ്രേക്ഷകർക്ക് കൊടുക്കാം. ഹലോ ഹലോ, നമസ്കാരം മാഡം. ഹലോ ഹലോ, സോറി മാഡം, എന്താണ്? സുചിത്ര മാഡം, ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ? മാഡം ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി. അതെ, 10/4/1998. 10/4/1998. 10/4/1998. 6 സമയം. ടൈം എത്ര? ടൈം ഓഫ് ബർത്ത് എത്രയാണ്? 6:42 AM ആണ്. ഓക്കെ. നക്ഷത്രം എന്താണ് മാഡം? ഉത്രം. എന്താണ് മാഡം അറിയേണ്ടത്? ഇതെന്റെ മകളുടെ ആണ്, ഇളയ മകളുടെ ആണ്. അവളിപ്പോ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ വിവാഹ കാര്യങ്ങളും അങ്ങനെയുള്ളവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. വിവാഹ സമയത്തെ പറ്റിയാണോ ഉദ്ദേശിക്കുന്നത്? വിവാഹ സമയം അങ്ങനെയാകാം. സാർ കേട്ടോണ്ടിരിക്കുകയാണ്, സാർ മറുപടി തരും. അപ്പം നോക്കാം മാഡം. മോക്കിപ്പോൾ 27 വയസ്സ് 5 മാസമായി. ഉത്രം നക്ഷത്രത്തിലാണ് ജനിച്ചത്. ഉത്രം നക്ഷത്രക്കാരിക്ക് 27 വയസ്സ് 5 മാസമായി. ഇപ്പോൾ രാഹുർദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ രാഹുവാണ്. രാഹുർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. സർപ്പം എന്ന് പറയുമ്പോൾ ഇഴഞ്ഞേ പോകത്തുള്ളൂ. അത് ഏത് സർപ്പമായാലും, അത് നീർക്കോലി പാമ്പായാലും രാജബെമ്പാലയായാലും അത് ഇഴഞ്ഞേ പോവുള്ളൂ. അത് രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ രാഹുർദശ മോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 വയസ്സ് വരെ മാത്രമേ ജന്മശിഷ്ടമായ സൂര്യദശ ഉണ്ടായിരുന്നുള്ളൂ. 12 വയസ്സ് വരെ ചന്ദ്രനും 19 വയസ്സ് വരെ ജാതകപ്രകാരം ചൊവ്വാദശയും 19 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ രാഹു. ഇപ്പോൾ 27 വയസ്സ് 5 മാസം ആയതേ ഉള്ളൂ. ഇപ്പോൾ രാഹുർദശയിൽ ബുധൻ്റെ അപകാരകാലം തുടങ്ങിയതേ ഉള്ളൂ. കഴിഞ്ഞ പീരീഡ് രാഹുദശയിൽ കേതുവിൻ്റെ അപകാരകാലമായിരുന്നു. ഒട്ടും കൊള്ളാത്ത സമയമായിരുന്നു. ആ സമയത്തിൽ ചേഞ്ച് വന്ന് ഇപ്പോൾ ബുധൻ്റെ അപകാരകാലം തുടങ്ങി. ബുധ അപകാരകാലം 2027 സെപ്റ്റംബർ മാസം വരെ ഉണ്ട്. അതായത് കറക്റ്റ് 2 വർഷക്കാലം ഇനി മോക്ക് നല്ല സമയമാണ്. രാഹുർദശയിൽ കൊള്ളാവുന്ന സമയമാണ് ബുധൻ്റെ അപകാരകാലം. ബുധൻ ജാതകപ്രകാരം ബുധൻ ജാതകത്തിൽ അത്ര ബലസ്ഥാനത്തല്ല എങ്കിൽ പോലും ബുധൻ പ്രവൃത്തികാരകനാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് തരുന്നവനാണ് ബുധൻ. അപ്പോൾ ജോലിയില്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും, ജോലിയിൽ ഇരിക്കുന്ന ആളിന് ജോലി കയറ്റം കിട്ടും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ സൃഷ്ടിക്കുന്ന സമയമാണ് ഈ 2 വർഷക്കാലം. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? ഈ ജാതകത്തിൽ ഈ രാഹുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇഴഞ്ഞേ പോവുള്ളൂ. ആ ഇഴച്ചിൽ കുറയ്ക്കണം. അപ്പം രാഹുവിനെ പ്രീതിപ്പെടുത്തണം. രാഹുവാണ് ദശാനാഥൻ്റെ 60% ഫലവും അപകാരനാഥൻ്റെ 40% ഫലവുമാണ് ഒരാൾ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അപകാരനാഥൻ സപ്പോർട്ടീവാണ്, ദശാനാഥന് അത്ര നല്ലവനല്ല. അപ്പം നമുക്ക് ദശാനാഥനെ പ്രീതിപ്പെടുത്തി കൊടുക്കണം. ദശാനാഥനായ രാഹുവിനെ പ്രീതിപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എല്ലാ മാസവും ആയില്യത്തിന് ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. അപ്പോൾ നാഗരെ പ്രീതിപ്പെടുത്തി ആയില്യം തോറും ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. അതേപോലെ ആയില്യ വ്രതം നോക്കണം. ആയില്യത്തിൻ്റെ അന്ന് വ്രതാനുഷ്ഠാനത്തോട് കൂടിയിരിക്കണം. മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ആയില്യം. അന്ന് പൂജയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും വ്രതത്തോടു കൂടിയിരിക്കണം. ആരുടെയും കയ്യിൽ കൊടുത്തെങ്കിലും ആയില്യ പൂജയ്ക്ക് ചേരണം. അപ്പോൾ ഇത് ചെയ്തു പോകുന്നതിനൊപ്പം പക്ഷിരാജയന്ത്രം, പക്ഷിരാജനാരാണ്? ഗരുഡൻ. പാമ്പിന് ആകെപ്പാടെ പേടിയുള്ളത് ഗരുഡനെയാണ്. അപ്പോൾ ഗരുഡയന്ത്രം
ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഉമാമഹേശ്വരൻ ശിവനും പാർവതിയും. അപ്പോൾ എന്തിനാണ് പെട്ടെന്ന് കല്യാണം നടക്കാനും നല്ല വിവാഹം നടക്കാനും. അല്ലെങ്കിൽ ഈ ജാതകത്തിൽ രാഹു ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. ഈ പാപഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അത് വിവാഹമായാലും ശരി, ജോലി ആയാലും ശരി, ബിസിനസ് ആയാലും ശരി, നമ്മൾ ചെയ്യുന്ന സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഈ രാഹു നമ്മളെ ഇട്ട് ചുറ്റിച്ച് വിപരീത ഫലത്തെ തരും. അതുകൊണ്ട് വളരെ നോക്കി കണ്ട് ചെയ്യണം. ഈ പരിഹാരം ചെയ്യണം. ആയില്യ പൂജയ്ക്ക് കൊടുക്കണം, ആയില്യ വ്രതം നോക്കണം. അതുപോലെ പക്ഷിരാജ യന്ത്രം ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇവരുടെ ഭാഗ്യരത്നം വരുന്നത് മഞ്ഞ പുഷ്യരാഗമാണ്, യെല്ലോ സഫയർ. എല്ലാവർക്കും കൊണ്ടൊരു ഭാഗ്യരത്നം. ഭാഗ്യരത്നം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പൈസ വരാനും ഇറങ്ങുന്ന കാര്യം വിജയിക്കാനും എവിടെയും നമുക്ക് വിജയശ്രീ ലാളിതയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗ്യരത്നം ധരിക്കുന്നത്. അത് കെട്ടി ചൂണ്ടുവിരലിൽ ഇടണം. വലത് കയ്യിൽ ചൂണ്ടുവിരലിൽ ഒരു 2.5 ക്യാരറ്റ് വരണ മഞ്ഞപുഷ്യരാഗ രത്നം കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് ചൂണ്ടുവിരലിൽ അണിയണം. ഇത്രയും ചെയ്ത് പോകുമ്പോൾ ഈ ദോഷഭാവം മാറിക്കിട്ടുകയും കാര്യങ്ങൾ അനുകൂലപ്രദമായി മാറുകയും ചെയ്യും. കൂടുതൽ വിശദീകരിച്ച് അറിയാനെ കൊണ്ടാണെങ്കിൽ സർ കൺസൾട്ടേഷൻ ദുബായിൽ അവൈലബിൾ ആണ്. അത് കരാമയിൽ സാറിൻ്റെ ഓഫീസ് ഉണ്ട് മാഡം. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സാറിനെ നേരിട്ട് കാണാനെ കൊണ്ട് അവസരമുണ്ട്. കരാമയിൽ പൂജാസ് ജ്വല്ലറി എന്നാണ് സാറിൻ്റെ ഓഫീസിൻ്റെ പേര്. അവിടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇതിൽ നമ്പർ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പരിഹാരം സംബന്ധിച്ചോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് സാറിനെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. താങ്ക് യു മാഡം, വിളിച്ചതിന് നന്ദി. അടുത്ത സാർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹസ്തരേഖയിലൂടെ രോഗനിർണയം എങ്ങനെ നടത്താമെന്നുള്ളതാണ്. നമുക്കതിനുള്ള മറുപടി. ഇപ്പോൾ രോഗം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ജ്യോതിഷത്തിൽ തന്നെ പല ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ, ചില ഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഭാവം കൊണ്ട് ഒക്കെ നമുക്ക് രോഗനിർണയം ജ്യോതിഷ സംബന്ധമായി മനസ്സിലാക്കാം. പക്ഷെ അതൊക്കെ ജാതകം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ കയ്യിൽ അങ്ങനെയല്ല. മെഡിക്കൽ ഫാമിസ്ട്രി, അതായത് രോഗം കയ്യിലൂടെ കണ്ടുപിടിക്കാൻ ഞാൻ പഠിച്ചതുകൊണ്ട് പറയുകയാണ്. എന്ത് രോഗവും നമുക്ക് കയ്യിലൂടെ മനസ്സിലാക്കി അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കാം. എന്ത് രോഗം വരുന്നതിന് മുന്നേ കയ്യിൽ അതിൻ്റെ ലക്ഷണം വരും. നിനക്ക് ഇന്ന രോഗം വരാൻ പോവുകയാണ് എന്ന് മുന്നറിയിപ്പ് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്, വളരെ ആരോഗ്യത്തിൽ നടക്കുകയാണ്. നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയും എനിക്കൊരു അസുഖമില്ല, ഇതുവരെ എനിക്കൊരു രോഗമില്ല, ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന് പറയും. ഈ നമ്മൾ ഇപ്പോൾ 50 പേര് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഈ 50 പേര് വളരെ ആരോഗ്യത്തോടു കൂടി നിൽക്കുകയാണ്, എനിക്ക് ഒരു രോഗവുമില്ല, ഞാൻ ഇതുവരെ മരുന്നൊന്നും കഴിച്ചു തുടങ്ങിയില്ല എന്ന് പറയുന്നവരെ ഈ 50 പേരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ 50 പേരിൽ 45 പേരും മരുന്ന് കഴിക്കാൻ തുടങ്ങും. കാരണം മരുന്ന് കഴിപ്പിക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യിച്ച് രോഗിയാക്കുകയാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ഏതൊരു വ്യക്തി നമ്മൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് പോവുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടുപിടിക്കും. എന്തെങ്കിലും ഡിഫക്റ്റ് ഇല്ലാത്ത ശരീരം കാണില്ല. ചിലപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും. അതൊന്നും ബാധിക്കുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മളെ ശരീരത്തിൽ ജനിച്ചപ്പോഴേ വന്ന ചില കുഴപ്പങ്ങളുണ്ടാകും. അതങ്ങനെ തന്നെ ഇരുന്ന് അവസാനം വരെ പോവുകയും ചെയ്യും. അതൊന്നും ഇളവില്ല. അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ മരുന്ന് കഴിപ്പിക്കും. പക്ഷേ കൈരേഖയിലൂടെ നമുക്ക് ശരിക്ക് പറഞ്ഞാൽ നമ്മളെ സ്കാനിങ് മെഷീനാണ് നമ്മളെ കയ്യ്. മെഡിക്കൽ ഫാർമസിയിലൂടെ സ്കാനിങ് മെഷീൻ എന്ന് തന്നെ പറയാം നമ്മളെ കയ്യെ. ആ കയ്യിലൂടെ നമുക്ക് നോക്കിയിട്ട് എന്ത് അസുഖം വരാൻ പോയാലും എന്ത് രോഗം നമുക്ക് നിലനിന്നാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ 4 ലക്ഷം പേരെ നോക്കിയ എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഒരാൾ ഒരു ദിവസം കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല, ഒരു ദിവസം നേരത്തെ മരിക്കുകയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വേദനയില്ലാതെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി. നമ്മൾ മരിക്കുന്നത് നമ്മൾ 2 വർഷം സുഖമില്ലാതെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ 2 വർഷം കൂടി ആയുസ്സുണ്ട്, 2 വർഷം ആരോഗ്യത്തോടെ ഇരുന്ന് മരിക്കുന്നതിൽ നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യണേ. അല്ലാതെ ജീവനെ പിടിച്ചു നിർത്താനോ ഒരു ദിവസം കൂടുതൽ നമ്മളെ ജീവിപ്പിക്കാനോ ഒരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല. അത് ഈശ്വരഹിതമാണ്. പക്ഷെ നമുക്ക്
ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഒരു രോഗവും വരാതെ സംരക്ഷിക്കാം. എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ലഘുവായി പരിഹരിക്കാം. ഇതിന് നമ്മൾ പല മാർഗങ്ങൾ ഉണ്ട്. ഈ പല മാർഗങ്ങൾ ആയുർവേദത്തിലൂടെ ആണ്. ഇപ്പം ഞാൻ തന്നെ ഈ രോഗം കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഞാൻ തന്നെ ഈ രോഗത്തെ മാറ്റിക്കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മാത്രം, കാരണം പല അസുഖങ്ങൾ നമ്മൾ കയ്യിലൂടെ കാണും. അത് കാലാന്തരത്തിൽ പല രീതിയിൽ മാരകമായി തീരാറുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവരെ അതിജീവിച്ച് കൊണ്ടുപോകണം. അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേറെ അടുത്ത് പറഞ്ഞു വിട്ടാൽ അതിനെ പിന്നെ ഉടനെ സ്കാൻ ചെയ്യിച്ച് എക്സ്റേ എടുപ്പിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് ചെറിയ രോഗത്തിന് പോണ ആളിനെ വലിയ രോഗിയാക്കി പേടിപ്പിച്ച് വിടും. നമുക്കൊരു കോൾ ഉണ്ട് സർ, നമുക്ക് അതിലേക്ക് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം സർ. നന്ദു സർ, ഡേറ്റ് ഓഫ് ബർത്ത് പറയുമോ? ഹലോ, ഡേറ്റ് ഓഫ് 23/9/1996. 23/9/1996. 23/9/1996. ജനനസമയം പറയോ സർ? 7:26. 7:26 AM ആണോ PM ആണോ? AM ആണ്. നക്ഷത്രം അറിയോ സർ? തിരുവോണം. സാറിന് എന്താണ് അറിയേണ്ടത്? കല്യാണം നടന്നിട്ടില്ല, കല്യാണ സമയത്തെ പറ്റി അറിയാനാണോ? ശരി, നമുക്ക് സാറിനോട് ചോദിക്കാം. ഇപ്പോൾ 29 വയസ്സ് ആവാൻ പോവുകയാണ്. സർ കേൾക്കുന്നുണ്ടോ? 29 വയസ്സ് ആവാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം 23-ാം തീയതി നമുക്ക് 29 വയസ്സ് തികയും. ജാതകൻ്റെ ജാതക പ്രകാരം 9 വയസ്സ് 1 മാസം വരെ ചന്ദ്രദശ ഉണ്ടായിരുന്നു. ചന്ദ്രദശയിലാണ് ജനിച്ചത്. 16 വയസ്സ് വരെ ചൊവ്വാദശയും 34 വയസ്സ് വരെ രാഹുർദശയും. അപ്പോൾ നമുക്ക് രാഹുർദശ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 18 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ് രാഹു. അപ്പോൾ 18 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രാഹുർദശ ഇപ്പോൾ 29 വയസ്സായതേ ഉള്ളൂ. ഇനിയും 5 വർഷത്തോളം കാലയളവ് രാഹുദശ ബാക്കിയുണ്ട്. അപ്പോൾ രാഹുർ തുടങ്ങിയിട്ട് 13 വർഷക്കാലമേ ആയുള്ളൂ. അപ്പോൾ രാഹുർദശയിൽ ഇപ്പോൾ ശുക്ര അപകാരകാലം നടക്കുകയാണ്. 2027 മെയ് മാസം വരെ ശുക്ര അപകാരകാലം. ഈ ശുക്ര അപകാരകാലത്ത് നമുക്ക് മെച്ചപ്പെട്ട ജോലി, വിവാഹം, ഈ 2 സുപ്രധാനമായ കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. ഇപ്പോൾ സമയം തുടങ്ങി. 2027 മെയ് മാസം വരെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അപ്പോൾ കാരണം നമുക്ക് കാര്യങ്ങൾ അനുകൂലപ്രദമാവുന്ന സമയമാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ രാഹുവാണ്. എപ്പോഴും നമുക്ക് നടക്കുന്ന സമയത്തെ, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ബെൻസ് കാറിയിരിക്കുകയാണ്, പക്ഷെ നമ്മൾ ഓടുന്ന റോഡിനെ ശ്രദ്ധിച്ചോളണം. കാരണം ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചാണ്. ജീവിതയാത്രയിൽ രാഹുകേതുക്കളെ ഹൈ റേഞ്ച് ആയിട്ടാണ് കാണുന്നത്. കാരണം വളഞ്ഞു പൊളഞ്ഞേ പോവുള്ളൂ. അപ്പോൾ ഒരു കാര്യവും അത്ര സ്മൂത്തായി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് രാഹുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, അപകാരനാഥൻ സപ്പോർട്ടീവാണ്. അപ്പോൾ 27 മെയ്ക്കകത്ത് നിങ്ങളുടെ വിവാഹം നടക്കും. അതിനൊന്നും സംശയം വേണ്ട. പക്ഷേ അത്രയും ഡിലേ ആവാതിരിക്കാൻ വേണ്ടി, എല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമുക്ക് രാഹുവിനെ പ്രീതിപ്പെടുത്തണം. പിന്നെ മറ്റൊന്ന്, നമ്മളെ വിവാഹം വളരെ നോക്കി തന്നെ ചെയ്യണം. ജാതകത്തിൽ ശുക്രൻ്റെ കൂടെ ചൊവ്വ നിൽക്കുകയാണ്. അപ്പോൾ ചില ഗ്രഹങ്ങളെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരും. നീ ഇന്ന കാര്യങ്ങൾ സൂക്ഷിച്ചോളണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ചില കാര്യങ്ങളിൽ സൂക്ഷിക്കാൻ വേണ്ടി തരും. അപ്പോൾ ഇവിടെ നമുക്ക് ശുക്രൻ്റെ കൂടെ ചൊവ്വ നിന്നാൽ കല്യാണം സൂക്ഷിച്ച് നടത്തണം. അല്ലെങ്കിൽ ഒരു വിവാഹ വക്കിലെത്തിയിട്ട് മാറിപ്പോവുകയോ
ഒരു ഇഷ്ടബന്ധം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ തന്നെ 2 കല്യാണത്തിന് ഇടവരികയോ ചെയ്യും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഫലം തീർന്നു. ഇല്ലെങ്കിൽ നമ്മൾ വളരെ നോക്കി വേണം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ കല്യാണ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കരുത്, ശ്രദ്ധയോടുകൂടി നടത്തണം എന്ന് ജാതകത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ കർമ്മഫലമാണ്. കർമ്മഫലമായതുകൊണ്ട് നമ്മളത് നോക്കിയില്ലെങ്കിൽ ആ കർമ്മഫലം അനുഭവിക്കാനിട വരും. അപ്പോൾ ജ്യോതിഷം തന്നെ കർമ്മഫലത്തെ മുന്നറിയിപ്പ് തരുന്ന ഒരു മാർഗമാണ്, ഒരു മാർഗരേഖയാണ്, ശരിക്കും പറഞ്ഞാൽ റൂട്ട് മാപ്പാണ്. അപ്പോൾ അത് നോക്കി പോകുന്ന ഒരാളിനും തകർച്ച വരത്തില്ല. 34 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ വ്യാഴദശ. ഈ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സാമ്പത്തിക പുരോഗതിയുടെ, നമ്മളെ ഉയർച്ചയുടെ കാലഘട്ടം. 34 തൊട്ട് 50 വയസ്സ് വരെ 16 വർഷക്കാലം. ഈ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ ഇടവരുന്ന സമയം. നമ്മളെപ്പോഴും ആ സമയം മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ അല്ലാതെ നമ്മൾ വേസ്റ്റ് റോട്ടിൽ കൊണ്ടുവന്ന് കൊള്ളാത്ത റോട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ബെൻസ് കാറിരിക്കണമെന്ന് പറഞ്ഞ് 120 പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടാവുക, അല്ലാതെ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റില്ല. പക്ഷേ ഹൈവേ കയറിയിട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും. എപ്പോഴും നമ്മളിത് ജ്യോതിഷം നോക്കണത് തന്നെ എപ്പോൾ എനിക്ക് കൊള്ളാം, ആ സമയത്തെ മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ ആ സമയം വരുന്നത് 34 തൊട്ട് 50 വയസ്സ് വരെ 16 വർഷമാണ് നിങ്ങളുടെ ഭാഗ്യോദയ കാലഘട്ടം. ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് കണ്ട് സക്സസ് ആവും. 50 തൊട്ട് 69 വയസ്സ് വരെ ശനിയും, അതുപോലെ ജാതകപ്രകാരം ബുധദശയിൽ യാത്രയാവും. ജാതകപ്രകാരം വളരെ ദീർഘായുസുള്ള ജാതകമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ സമയത്ത് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി രാഹുവിന് വേണ്ടി ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. അതുപോലെ വിവാഹ സംബന്ധമായി പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടു കൂടി കൂവളമാല, സ്വയംവര അർച്ചന ഇവ നടത്തണം. ഒരു ഉമാമഹേശ്വര യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. സാറിൻ്റെ ലക്കി സ്റ്റോൺ വരുന്നത് ഡയമണ്ടാണ്. ആജീവനാന്തം ധരിക്കേണ്ട കല്ല് ഡയമണ്ടാണ്. ഒരു 25 സെൻറ്റ് സൈസിലുള്ള ഡയമണ്ട് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് ചൂണ്ട് വിരലിൽ ധരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവസാനം വരെ ഇടേണ്ടതാണ്. ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് സഹായിക്കും. ഓക്കെ സാർ. ഫ്യൂച്ചർ ഷോയിലേക്ക് വിളിച്ചതിന് നന്ദി സർ. സർ, നമുക്ക് ഹസ്തരേഖയിലൂടെ രോഗനിർണയത്തെ പറ്റി പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതന്നെ, രോഗനിർണയം നമുക്ക് എന്ത് രോഗത്തെയും നമുക്ക് അഡ്വാൻസ് ആയിട്ട്, ഞാൻ പറഞ്ഞത് ഈ വൈദ്യശാസ്ത്രത്തിൽ അലോപ്പതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ രോഗം ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ രോഗമുണ്ടോ രോഗം ഇല്ലേ, ഇത് മാത്രമാണ് അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രോഗമുണ്ട്, അപ്പോൾ ഇത്ര കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറവുണ്ട്, ഇത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഫാമിസ്ട്രിയിലൂടെ അല്ലെങ്കിൽ മെഡിക്കൽ ഫാമിസ്ട്രിയിലൂടെ രോഗം വരാൻ സാധ്യതയുണ്ടോ, വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ്, ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിച്ച്, ഏറ്റവും വലിയ സമ്പത്താണ് ആരോഗ്യം. എനിക്ക് തോന്നുന്നില്ല ആരോഗ്യത്തെക്കാൾ മറ്റൊരു സമ്പത്തുണ്ടെന്ന്. നമുക്ക് ഇങ്ങനെ കോടിക്കണക്ക് രൂപയൊക്കെ ബാങ്കിലിട്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ മുമ്പ് വച്ചിട്ട് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല രോഗം വന്നിട്ട്. ഈ പൈസ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ കയ്യിൽ ഒരു കെട്ട് നോട്ട് ഇരിക്കുകയാണ്. ഒരു ആഹാരം കിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു വനത്തിൽ അകപ്പെട്ടു പോയി. ഒരു കെട്ട് നോട്ട് കയ്യിലിരിക്കണ നോട്ട് എന്താ വെള്ളത്തിൽ മുക്കി നമുക്ക് കഴിക്കാൻ പറ്റുമോ? ബിസ്ക്കറ്റ് കഴിക്കും പോലെ കഴിക്കാനും പറ്റില്ല. ആ പൈസ വെറും പേപ്പർ കഷ്ണമായി മാറും. അപ്പോൾ പൈസയ്ക്കുള്ള പ്രാധാന്യം എപ്പോഴും പൈസ വേണം. ധനം വലിയ ഒരു ശക്തിയാണ്. 2 ശക്തികളേ ഉള്ളൂ. ഒന്ന് ധനവും മറ്റൊന്ന് ആരോഗ്യവും. അതിലേറ്റവും വലിയ ശക്തി എന്ന് വെച്ചാൽ ആരോഗ്യമാണ്. അതിനെയാണ് നമ്മൾ മസിൽ പവർ എന്ന് പറയും. മസിൽ പവർ എന്ന് പറഞ്ഞാൽ ആരോഗ്യം. മറ്റൊന്ന് മണി പവർ. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ബന്ധുക്കളുണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, ഒരുപാട് സ്ഥാനമാനങ്ങൾ കിട്ടും, എല്ലാവരും ബഹുമാനിക്കും. എവിടെ കൂടി പോയാലും, ഇപ്പോൾ അദാനി ഇതുവഴി പോവുകയാണ് എന്ന് വെച്ചാൽ അദാനി പോകുന്ന വഴിയിൽ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി അദാനിയെ കടത്തിവിടും. കാരണം അത് മണി പവറാണ്. അതുപോലെ അധികാരം, അതും ഒരു പവറാണ്. അധികാരി വരെയാണ്, ഒരു അധികാരി മുഖ്യമന്ത്രി വരെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരെയാണ്, ഇന്ത്യൻ പ്രസിഡന്റ് വരെയാണ്, അവിടെ എല്ലാവരും മാറ്റി നിർത്തിയിട്ട് അവരെ കടത്തിവിടും. അതെന്താണ്? അധികാരം. അപ്പോൾ ഇതെല്ലാം പവറുകളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ നിന്നെ പ്രധാനമന്ത്രിയാക്കാം, എഴുതി നടക്കാൻ വയ്യാത്തവന് പാരാലിസായി കിടക്കുന്നവനെ വിളിച്ച് പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടാ?
അവിടെ ആരോഗ്യമുണ്ടോ? അപ്പോൾ ആരോഗ്യത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആരോഗ്യ സംരക്ഷണാർത്ഥം പണ്ട് ഈ വൈദ്യശാസ്ത്രത്തിൽ ആദ്യം കണ്ടുപിടിച്ചതാണ് ഈ രേഖയിലൂടെ നമുക്ക് നഖം പിടിച്ചു നോക്കി, അതുപോലെ നമ്മളെ കയ്യിൽ ഓരോ രേഖയിൽ തന്നെ വെളുത്ത കായമുള്ളവന് രക്തരേഖയറ്റതാം, നഖങ്ങളായവന് രക്തമില്ല നിർണയം എന്ന് ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് രക്തക്കുറവ് വന്നാൽ എന്ത് ചെയ്യും? അത് തന്നെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉണക്കമുന്തിരിപ്പഴങ്ങൾ നിത്യവും ഭുജിക്കൽ കുഴപ്പമില്ല, രക്തവും ശരിക്ക് വന്ന് ചേർന്നിടും എന്ന് വൈദ്യശാസ്ത്രത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിന് ഏറ്റവും സിമ്പിളായിട്ട് വഴി അങ്ങനെ രക്തരേഖ അറ്റയടക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉണക്ക മുന്തിരിപ്പഴം നിത്യവും വെള്ളത്തിലിട്ട് കോത്ത് രാവിലെ അതും വെള്ളവുമായിട്ട് കുടി, പെട്ടെന്ന് രക്തം വന്ന് ചേർന്നിടും. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം ചെറുതായിട്ട് പോലും, ഞാൻ ഈ രക്തത്തിൻ്റെ കുറവ് അനാമിക്കാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം നമുക്ക് ചെയ്തു കൊണ്ടുപോകാം. അപ്പോൾ അത്രയ്ക്ക് ഒരു ആരോഗ്യ സംരക്ഷണം നമുക്ക് കയ്യിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോലെ മറ്റൊരു വഴിയിലൂടെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് കാര്യവും ഞാൻ നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മരണം വരെ നമ്മളെ കയ്യിൽ നേരത്തെ ദൈവം എഴുതി വയ്ക്കും. നമ്മളെ അറിയിക്കാതെ ഒന്നുമേ സംഭവിക്കില്ല. കാരണം തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കയ്യ്. അപ്പോൾ അതിൽ ഒരാളിൻ്റെ ജോലി, പൈസ, അവന് ധനനഷ്ടം വരാൻ പോണോ, സാമ്പത്തിക നഷ്ടം വരാൻ പോണോ, അല്ലെങ്കിൽ ദാമ്പത്യ നേട്ടം വരാൻ പോണോ, സാമ്പത്തിക നേട്ടം വരാൻ പോണോ, എല്ലാം ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ നമ്മൾ ആരോഗ്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രം. സർ, ഈ കൈരേഖ എത്ര മാസത്തിനകത്ത് ചേഞ്ച് ആവും? കാരണം പലരും കൈരേഖ നോക്കിയിട്ട് എത്ര സമയത്തിനകത്ത് അടുത്ത പുതിയ രേഖ വീഴാനുള്ള സാധ്യതയുണ്ട്? നോർമലി രേഖകൾ ഡെയിലി മാറി വരുന്ന രേഖകളുണ്ട്. അതുപോലെ 6 മാസത്തിലൊരിക്കൽ രേഖകളിൽ ചേഞ്ച് വരും. നമ്മൾ ദശയിൽ അപകാരങ്ങൾ മാറി വരുന്നത് പോലെ, അല്ലെങ്കിൽ ജാതകത്തിൽ തന്നെ ഓരോ മാസഫലം, ദിവസഫലം, കൂറിൻ്റെ ഫലം ഇതുപോലെ വരുന്നത് പോലെ കയ്യിലും രേഖകൾക്ക് ചേഞ്ച് വരും. നോർമലി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ കൈയൊന്ന് പരിശോധിച്ച് നോക്കുന്നത് ആ ഒരു വർഷത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പുതിയ ഏതെങ്കിലും രേഖകൾ വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ദോഷരേഖകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തരാൻ സഹായിക്കും. ഇപ്പം ജയനാരായണൻ സാറിനെ നേരിട്ട് കണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ജെം സ്റ്റോണിനെ പറ്റിയോ ലക്കി സ്റ്റോണിനെ പറ്റിയോ നിങ്ങൾക്ക് വേണ്ട സ്റ്റോണിനെ പറ്റി അറിയുന്നതിനോ, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്തരേഖയിലൂടെ രോഗനിർണയം, അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്യൂച്ചർ, അവരെ ഏത് തലത്തിലേക്ക് തിരിച്ചു വിടണം, എഞ്ചിനീയർ ആവണോ അല്ലെങ്കിൽ ഡോക്ടർ ആവണോ, വേറെ എന്തെങ്കിലും ആണോ അവരുടെ ഫ്യൂച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും സാറിനെ കണ്ടിട്ട് നേരിട്ട് കൺസൾട്ടേഷൻ, അതായത് സാറ് ഫ്യൂച്ചറോളജിസ്റ്റാണ്. നമ്മുടെ ഫ്യൂച്ചർ, ഭാവിയെപ്പറ്റി പ്രവചിക്കാൻ ഇന്ന് നമ്മൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് എന്താണ് നമ്മുടെ നാളെ വരാൻ പോകുന്നത്, അതിനെപ്പറ്റി അഡ്വാൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് സാറിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സാറിന് ദുബായിൽ കരാമയിൽ പൂജാസ് ജ്വല്ലറി എന്ന സാറിൻ്റെ ഓഫീസുണ്ട്. അവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാറിനെ കാണുന്നതിന് ബുക്ക് ചെയ്യുന്ന നമ്പർ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ സാറിനെ നിങ്ങൾക്ക് ദുബായിൽ ഡയറക്റ്റ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ സാറിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് 9895667700 ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് കൊടുക്കുക. കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ സാർ അയച്ചു തരും. തീർച്ചയായിട്ടും NTV പ്രേക്ഷകർ ഇന്ന് വിളിച്ചവർക്കും നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ലൈവ് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.